ഹലോ മൈ ഡിയേഴ്സ്, കുറേ ആയി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്കിങ്ങനെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പം പറ്റുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ചെക്കപ്പ് ഡേ ആയിരുന്നു. ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയ ദിവസം എടുത്ത വീഡിയോ ആണ് ഇത്. നമ്മൾ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീക്ക്ലി ചെക്കപ്പ് ഉണ്ടാവും. ബിക്കോസ് 9th മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോയേക്കാന്ന്. അങ്ങനെ ആ ഹോസ്പിറ്റലിന് അടുത്തായിട്ട് തന്നെ നല്ല വെജ് മീൽസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ. സിമ്പിൾ മീലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴിക്ക് കുറച്ച് വേവിച്ച കടലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വരുമ്പോൾ മോളെയും കൂടി പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. കാരണം രാവിലെ പോയതാണ്. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ചായ കുടിക്കാനായിട്ട് KL58 പോയി. അവിടുന്ന് ചായയും കുറച്ച് സ്നാക്സും കഴിച്ചിട്ട് നമ്മൾ ഡിമാർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇങ്ങനെ ഗ്രോസറീസും വെജിറ്റബിൾസൊക്കെ ഫില്ല് ചെയ്യാൻ കിട്ടത്തുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ മുമ്പൊക്കെ ആകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ആണ് ഗ്രോസറീസും വെജിറ്റബിൾസും ഒക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് ഗ്രോസറീസ് അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഡിമാർട്ടിൽ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ മോള് പറഞ്ഞു അവൾക്ക് ഐസ്ക്രീം വേണം, ഡിമാർട്ടിൽ ഐസ്ക്രീം വേണമെന്ന്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്കും ഇഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാനൊരു പോപ്കോൺ വാങ്ങിച്ചു. ഞാൻ അവിടെ നിന്ന് പോപ്കോൺ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. വലിയ തരക്കേടില്ല, വലിയ റേറ്റ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. പക്ഷെ കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇളകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിപ്പിടിച്ച് അത്യാവശ്യമുള്ള ഐറ്റംസ് മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇനി അതിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതുപോലെ ബാക്ക് പെയിൻ ഇളകുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പരിപാടി അങ്ങ് തീർത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് A2B ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി കുക്ക് ചെയ്യാനുള്ള അത്രയും എനർജി ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് വരുന്ന വഴിക്ക് A2B നമ്മൾ എനിക്കും ഏട്ടനും ദോശ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് മോക്ക് അവിടുത്തെ മഷ്റൂം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ A2B മഷ്റൂം ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്വാണ്ടിറ്റി വൈസ് കുറവാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടിക്കാം. എന്നാലും ആ ഒരു റേറ്റിന് ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 2 റൗണ്ട് നടന്നേക്കാമെന്ന് വിചാരിച്ചു. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കമ്പൽസറി ആയിട്ട് നടക്കണം എന്നുള്ളതാണ്, ഫുഡ് കഴിച്ചതിന് ശേഷം നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 റൗണ്ട് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സമന്വിക്കുട്ടിയും വന്ന് വാക്ക് ചെയ്യാനായിട്ട്. ഇത് പതിവാണ് കേട്ടോ. നമ്മളിപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാം ഒരുമിച്ച് വാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ നമ്മളെ കണ്ടതിന് സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് പിരിഞ്ഞതാണ്. ഒരു 5 മിനിറ്റ് മുമ്പ് പിരിഞ്ഞിട്ട് വീണ്ടും കാണുകയാണെങ്കിൽ പോലും അവൾ ഓടി വന്ന് ഹഗ് ചെയ്യാറുണ്ട്. എന്തോ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മീറ്റ് ചെയ്ത പോലത്തെ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വാക്ക് ചെയ്തിട്ട് 10-15 മിനിറ്റ്സ് വാക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.